അപ്പോൾ നമ്മുടെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ആണ് സോളിഡ്സ് എന്ന് പറയുന്നത്. സോളിഡിനെ കുറിച്ച് നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം പറയാം. സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾസ് വല്ല കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫോമാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സോളിഡിനെ പിന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോളിഡിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, രണ്ടാമത്തെ അമോർഫസ് സോളിഡ്. ഇപ്പൊ നിങ്ങൾക്ക് ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ജസ്റ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ചോദ്യം വരാണ്, എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്? അതിന്റെ ബേസിക് മീനിങ് എത്രയുള്ളൂ? നമ്മളൊരു സോളിഡ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസ് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്നാണ് പറയാം. വേറെ ഒന്നല്ല, അത് ചിലപ്പോൾ ആറ്റം ആയിരിക്കാം, മോളിക്യൂൾസ് ആയിരിക്കാം, ചിലപ്പോൾ അതിലുള്ളത് അയോൺസ് ആയിരിക്കാം. ഈ പാർട്ടിക്കിൾസ് വളരെ കൃത്യമായിട്ട് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം സോളിഡിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പൊ നമ്മളൊരു സോളിഡ് എടുത്തു, ആ സോളിഡിലെ പാർട്ടിക്കിള് വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ആ സോളിഡിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു സോളിഡ് എടുത്തെന്ന് വിചാരിച്ചു. ഇതിന്റെ പാർട്ടിക്കിൾ വന്നിരിക്കുന്നത് ഒരു ടൈപ്പ് ആണ് വിചാരിക്കുക. അതായത് ഒരു ഭാഗത്തുള്ള അറേഞ്ച്മെന്റ് അതിന്റെ എൻറ്റയർ ക്രിസ്റ്റൽ, മുഴുവൻ ക്രിസ്റ്റലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം സോളിഡ്സിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഇതിന് എക്സാമ്പിൾ ആണോ പറയുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് എക്സാമ്പിൾ ഒക്കെയാണ് പറയാം. NaCl ഒരു എക്സാമ്പിൾ ആണ്, മറ്റൊന്ന് ക്വാർട്സ് വേറൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ സംഭവം ആകെ എത്രയുള്ളൂ, നമ്മളൊരു മെറ്റീരിയൽ എടുക്കുമ്പോൾ ആ മെറ്റീരിയലിലുള്ള പാർട്ടുകൾ വളരെ കൃത്യമായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഒപ്പം തന്നെ അതിന്റെ ഒരു കീ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്, ഇതിലെ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത പറയുമ്പോൾ എത്രയാണ്, ലോങ് റേഞ്ച് ഓർഡർ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ജസ്റ്റ് നമ്മൾ എടുക്കുന്ന ക്രിസ്റ്റല് എൻറ്റയർ സർഫസ് ഫുൾ അല്ലെങ്കിൽ എൻറ്റയർ ആയിട്ട് എന്തുണ്ടായിരിക്കും, ഈ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് വളരെ നീറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഭാഗം നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. വേറെ ഒന്നുമില്ല, ഈ പാർട്ടിക്കിൾസ് വളരെ കൃത്യമല്ലാത്ത അവസ്ഥയിൽ അതായത് ഡിസോർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്തരം സോളിഡ്സിനെ വിളിക്കുന്ന പേരാണ് അമോർഫസ് സോളിഡ്. നമ്മൾ വരച്ച് കാണിക്കുമ്പോൾ ജസ്റ്റ് തോന്നിയ ഭാഗത്തായിരിക്കും, കൃത്യമായിട്ട് പ്രോപ്പർ അറേഞ്ച്മെന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. തോന്നിയ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കുക പാർട്ടിക്കിൾസ് വരെ. ഇത്തരത്തിലുള്ള സോളിഡ്സിനെ വിളിക്കുന്ന പേരാണ് അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് കുറെ പറയാൻ പറ്റും. നമുക്ക് ഇവിടുത്തുള്ള വാക്സ്, പ്ലാസ്റ്റിക്, റബ്ബർ. മെയിനായിട്ട് വരുന്നത് ക്വാർട്സ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, പക്ഷെ ക്വാർട്സ് ഗ്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ ഗ്ലാസ്, ഇത് ക്വാർട്സ് ഗ്ലാസ് ആണ് കേട്ടോ. പിന്നെ ഗ്ലാസ്, ഇതൊക്കെ അമോർഫസ് സോളിഡിന്റെ എക്സാമ്പിൾ ആണ്. ഒപ്പം തന്നെ ക്രിസ്റ്റലൈൻ സോളിഡിന് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുമ്പോൾ അമോർഫസ് സോളിഡിനെ വിളിക്കുന്നത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. അപ്പൊ നിങ്ങൾ ആരും തന്നെ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും എന്താണ് അമോർഫസ് സോളിഡ് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് എടുക്കുന്നതെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ആ എൻറ്റയർ മെറ്റീരിയൽ എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും, പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ടുള്ള ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എടുക്കുന്നത് അമോർഫസ് സോളിഡ് ആണെങ്കിൽ ഓരോ ഭാഗത്തും ഓരോ തരത്തിലായിരിക്കും പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്, അതിനൊരു കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയും, അമോർഫസ് സോളിഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ എന്നും പറയും. അടുത്തത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, ആദ്യം ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ആണ്. അമോർഫസ് സോളിഡിന്റെയും ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും മെയിൻ ആയിട്ട് 7 ഡിഫറൻസ് ബുക്കിൽ തന്നിട്ടുണ്ട്. 7 കാര്യങ്ങൾ കറക്റ്റ് കാര്യം മനസ്സിലാക്കി പഠിച്ചു. പ്രധാനമായിട്ട് ഒരു 7 ഡിഫറൻസ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനും അമോർഫസ് സോളിഡും തമ്മിലുള്ളത്. നമ്മുടെ ടെക്സ്റ്റിൽ അതുണ്ട്, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് ഒന്നാമത്തെ കാര്യമായിട്ട് വരുന്നത് ഡെഫിനിറ്റ് ഷേപ്പ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് പ്രോപ്പർ ആൻഡ് ഡെഫിനിറ്റ് എന്തായിരിക്കും, ഷേപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ അമോർഫസ് സോളിഡിന് ഇറഗുലർ അല്ലെങ്കിൽ തോന്നിയ പോലത്തെ ഡെഫിനിറ്റ് അല്ലാത്ത ഇൻഡെഫിനിറ്റ് ആയ
ഷേപ്പാണ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പോയിന്റ് സിമ്പിൾ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡിന് ഷേപ്പ് ഉണ്ട്, അമോർഫസ് സോളിഡിന് പ്രോപ്പറായിട്ട് ഷേപ്പ് ഒന്നുമില്ല. കാരണം മോളിക്യൂൾസ് തോന്നിയ രീതിയിലായിരിക്കും അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്താൽ നമ്മളൊരു ടെമ്പറേച്ചർ വെച്ച് ഇപ്പോൾ ഒരു 200 അല്ലെങ്കിൽ 300 ഡിഗ്രി സെൽഷ്യസ്, ആ 300 ഡിഗ്രി സെൽഷ്യസ് ആവണം വരെ ഇതിനൊരു മാറ്റവും സംഭവിക്കും. എന്ത് തന്നെയായിരിക്കും? പ്രോപ്പർ സോളിഡ് ആയിരിക്കും. 300 ഡിഗ്രി എത്തുമ്പോൾ മാത്രം എന്ത് ചെയ്യാൻ തുടങ്ങുള്ളൂ? ഈ സോളിഡ് മെൽറ്റ് ആവാൻ തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ മെൽറ്റിംഗ് പോയിന്റ് ആവാണ്ട് ഇതിന് യാതൊരു തരം മാറ്റവും സംഭവിക്കില്ല സോളിഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്. പക്ഷെ ഇപ്പൊ 300 ആണെങ്കിൽ 300 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് അപ്പം തന്നെ എന്തായിരിക്കും? ലിക്വിഡായിട്ട് മാറാൻ തുടങ്ങും. പക്ഷെ അമോർഫസ് അങ്ങനെയല്ല. നമുക്കറിയാം പ്ലാസ്റ്റിക്കോ എക്സാമ്പിൾ എടുക്കുമ്പോൾ അത് ഗ്രാജുവലി സോഫ്റ്റ്, അതായത് ഒരു പ്രത്യേക ടെമ്പറേച്ചർ കഴിയുമ്പോൾ എന്തായിരിക്കും? പതുക്കെ സോഫ്റ്റ് ആവാൻ തുടങ്ങും. ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ചൂടാക്കി അത് ലിക്വിഡായിട്ട് മാറാണ് മുൻപ് തന്നെ അത് വളരെ സോഫ്റ്റ് ആയിട്ട് മാറും, തൊട്ടാൽ ഞങ്ങളുടെ അവസ്ഥയായിട്ട് മാറും. അപ്പൊ അതാണ് അമോർഫസ് സോളിഡിന്റെ. പക്ഷെ ക്രിസ്റ്റലൈൻ അങ്ങനെയല്ല. നമ്മളൊരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ മെൽറ്റിംഗ് പോയിന്റ് എത്തണ വരെ യാതൊരു മാറ്റവും സംഭവിക്കില്ല. അത് കഴിയുമ്പോഴായിരിക്കും അതിന്റെ സ്റ്റേറ്റ്, ഫിസിക്കൽ സ്റ്റേറ്റ് മാറാം. പക്ഷെ അമോർഫസ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ടെമ്പറേച്ചർ കഴിയുമ്പോൾ തന്നെ പതുക്കെ ഗ്രാജുവൽ എന്തായിട്ട് മാറാൻ തുടങ്ങും? സോഫ്റ്റ് ആയിട്ട് മാറാൻ തുടങ്ങും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വേറെ ഒന്നല്ല. നമ്മൾ വളരെ ഷാർപ്പായ ഒരു ടൂൾ എടുത്ത് തന്നെ കട്ട് ചെയ്തു. നമ്മൾ സോപ്പ് ഒക്കെ ജസ്റ്റ് മുറിക്കണ പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ പുതിയതായിട്ട് ഫോം ചെയ്ത സർഫസ് വളരെ സ്മൂത്ത് ആൻഡ് പ്ലെയിൻ ആയിരിക്കും. വളരെ സ്മൂത്ത് ആയിരിക്കും, വളരെ പ്ലെയിൻ ആയിരിക്കും. ആരുടെ? റെഗുലർ ആയിരിക്കും. ആരുടെ? ക്രിസ്റ്റലൈൻ സോളിഡിന്. അതായത് ഞാനിപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്തു, ഞാനൊരു ടൂൾ വെച്ച് അതിനെ കട്ട് ചെയ്ത് പുതിയതായിട്ട് ഫോം ചെയ്യണ ഭാഗം ഉണ്ടായിരിക്കും. കട്ട് ചെയ്ത ഭാഗം, ആ ഭാഗം വളരെ സ്മൂത്തും പ്ലെയിൻ ഒക്കെ ആയിരിക്കും. അപ്പം തന്നെ രണ്ടും റെഗുലർ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അതേ സ്ഥാനത്ത് ഞാനൊരു അമോർഫസ് സോളിഡാണ് എടുത്ത് കട്ട് ചെയ്യണമെങ്കിൽ ആ കട്ട് ചെയ്ത് കിട്ടുന്ന ഭാഗം, പുതിയ രണ്ട് ഭാഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും. ഒപ്പം തന്നെ ആയിരിക്കും റഫ് ആയിരിക്കും, സ്മൂത്ത് ഒന്നും ആയിരിക്കില്ല. അപ്പൊ ക്രിസ്റ്റലൈൻ ആണെങ്കിൽ നമ്മൾ ന്യൂലി കട്ട് ചെയ്യണം, പുതിയതായിട്ട് കട്ട് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും. പക്ഷെ മറ്റേതാണെങ്കിൽ റഫ് ആയിരിക്കും, ഒപ്പം തന്നെ ഇറഗുലർ ആയിരിക്കും, തോന്നിയ പോലെ ആയിരിക്കും. നാലാമത്തെ പോയിന്റ് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പൊ ആരും തന്നെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഒക്കെ. ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വേറെ ഒന്നല്ല, ഒരു സ്പെസിഫിക് എമൗണ്ട്, നമ്മൾ 1 കിലോഗ്രാം ഒക്കെയാണ് എടുക്കാറ് സോളിഡ്, അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ആയിട്ട് മാറാൻ വേണ്ടി ആ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ്. ഞാനൊരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയൽ 1 കിലോഗ്രാം ഉണ്ട്, ഇതാണ് മെൽറ്റിംഗ് പോയിന്റിൽ എത്തിച്ചു. ഇപ്പൊ ഐസ് ആണ് വിചാരിച്ചു, 1 കിലോഗ്രാം ഐസ് എടുത്ത് 0 ഡിഗ്രിയിൽ വെച്ചു. ഇനി ഐസ് മുഴുവൻ വെള്ളമായിട്ട് മാറണം. വെള്ളമായിട്ട് മാറാൻ ഇത് കുറെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഇത് മുഴുവനും വെള്ളമായിട്ട് മാറാൻ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവാണ് ഐസിന്റെ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. നിങ്ങളൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ഒരു ഡെഫിനിറ്റ് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇപ്പോൾ 100 ജൂളോ 200 ജൂളോ 300 ജൂളോ എത്ര ജൂൾ ഉറപ്പായിട്ടും അതിനുണ്ടായിരിക്കും, പ്രോപ്പറായിരിക്കും, മാറില്ല. പക്ഷെ അമോർഫസ് സോളിഡ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അമോർഫസ് സോളിഡിന് ഉണ്ടായിരിക്കില്ല. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ ഡെഫിനിറ്റ് ആയ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അമോർഫസ് ആണെങ്കിൽ ഡെഫിനിറ്റ് ആയ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല എത്ര ഹീറ്റാണ് അബ്സോർബ് ചെയ്യാൻ. പിന്നെ ഐസോട്രോപിക് ആൻഡ് ഐസോട്രോപിക്, അത് ചെറിയൊരു കൺഫ്യൂസ് ആവുന്ന കാര്യമാണ്. ജസ്റ്റ് ഞാൻ വരയ്ക്കാം. ഇതിന്റെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ ഉണ്ടോ നോക്കിയോ. ഇത് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, കാരണം കൃത്യമായിട്ട് അറേഞ്ച്മെന്റ് ഒക്കെ നടന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഒരു ഡയറക്ഷൻ എടുത്തു, ഇത്രയ്ക്ക് ഭാഗം മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ മാറ്റി വെച്ചു. അപ്പൊ ഈ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് മെറ്റീരിയൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഈ ഭാഗം മാത്രം നോക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അറേഞ്ച്മെന്റ് ഈ ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഞാൻ ഓക്കെ, ഇനി ഞാൻ ഇത് കൂടാണ്ട് വേറൊരു ഭാഗം കട്ട് ചെയ്തു, അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് ഈ ഭാഗം വിചാരിച്ചു. ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്താ? ഇതിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെയായിരിക്കും. ഞാൻ വേറൊരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ വേറൊരു ഭാഗം മാത്രം എടുത്ത് നോക്കുമ്പോൾ ഇതിലെ പാർട്ടിക്കിൾസ്
ഇങ്ങനെയായിരിക്കും. ഞാനിപ്പോൾ മൂന്നെണ്ണത്തിലും പാർട്ടിക്കിൾസ് എല്ലാം എന്തായിരിക്കും ഡിഫറെന്റ് ടൈപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ടോട്ടൽ നമ്മൾ എടുത്തിരിക്കുന്നത് ക്രിസ്റ്റലൈൻ ആണെങ്കിലും ലോങ് റേഞ്ച് ഓർഡർ ഒക്കെ ആണെങ്കിലും പക്ഷെ ഓരോ സെപ്പറേറ്റ് ഭാഗം മാത്രം എടുത്ത് നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും എന്തായിരിക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്കുലർ അറേഞ്ച്മെന്റ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചില പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റെസിസ്റ്റൻസ് ഒക്കെ നോക്കുന്ന നേരത്ത് ഈ എല്ലാ പ്രോപ്പർട്ടിയും ഡിഫറെന്റ് ആയിരിക്കും ഓരോ ഭാഗത്ത്. അപ്പൊ നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്താൽ അതിൽ ഡിഫറെന്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് നോക്കുന്ന ഒരു ഡയറക്ഷനാണ്, ഇതൊരു ഡയറക്ഷനാണ്, ഇതൊരു ഡയറക്ഷനാണ്. അതിന് ഡിഫറെന്റ് ഡയറക്ഷനിൽ അതിന്റെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇത്രയും കൺസെപ്റ്റ് ഉള്ളൂ. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ് എടുക്കുമ്പോൾ അതിന്റെ പല ഭാഗത്തും ഡിഫറെന്റ് ഡയറക്ഷനിൽ അതിന്റെ പല പല ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണിത് ആനിസോട്രോപിക് ഇൻ നേച്ചർ. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ് ആനിസോട്രോപിക് ഇൻ നേച്ചർ ആണ്. പക്ഷെ ഇതേ സ്ഥാനത്ത് തന്നെ നമ്മളൊരു അമോർഫസ് സോളിഡ് ആണ് എടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് യാതൊരു അറേഞ്ച്മെന്റും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഇതിന്റെ ഏതൊരു ഭാഗം നിന്ന് എടുത്താലും പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാ ഭാഗത്തും ഏകദേശം എങ്ങനെയായിരിക്കും ഒരേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എവിടെ നിന്ന് എടുത്താലും നിങ്ങൾക്ക് ഒരു സർക്കിളും കിട്ടും, ഒരു ഡോട്ടും കിട്ടും. സർക്കിൾ മാത്രമായിട്ടോ ഡോട്ട് മാത്രമായിട്ടൊന്നും കിട്ടാൻ വഴിയില്ല. നേരത്തെ കിട്ടിയ പോലെ എല്ലാ ഭാഗത്തും ഏകദേശം ഒരേപോലെ തോന്നിയ പോലെ പ്രത്യേകിച്ച് ഒരു അറേഞ്ച്മെന്റ് ഇല്ലാണ്ട് ഓരോ ഭാഗത്തായിട്ട് പാർട്ടിക്കിൾസ് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കിയാലും ഏതൊരു ഡയറക്ഷനിൽ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിയാലും എല്ലാം ഓരോ ഏകദേശം സെയിം തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് അമോർഫസ് സോളിഡ് നമ്മൾ ഐസോട്രോപിക് എന്നാണ് പറയാം. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ് ആനിസോട്രോപിക് ആണ്, അമോർഫസ് സോളിഡ് ഐസോട്രോപിക്. അപ്പൊ എന്താണ് ഐസോട്രോപിക് ആനിസോട്രോപിക് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മളൊരു സോളിഡ് എടുത്തിട്ട് അതിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ നോക്കണം. ഇതിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ നോക്കുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടി ഇപ്പൊ റെസിസ്റ്റൻസ് ആണ് വിചാരിക്കുക, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടി എല്ലാ ഭാഗത്തും ഒരേപോലെ ആണെങ്കിൽ അത് ഐസോട്രോപിക് ആണ്. പല ഭാഗത്തും ഡിഫറെന്റ് ആണെങ്കിൽ ആനിസോട്രോപിക് ആണ്. നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പല ഭാഗം ഒരു ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രമായിട്ട് നോക്കുമ്പോൾ എന്താ പ്രത്യേകം ഉണ്ടായിരിക്കും. ചില പ്രത്യേക ഡയറക്ഷൻ മാത്രമായിട്ട് നോക്കുമ്പോൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാറ്റം ഉറപ്പായിട്ടുണ്ടാവും. കാരണം മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിലുള്ള ഡിഫറൻസ് തന്നെയായിരിക്കും. അതുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പല ഭാഗത്തും പല ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ അത് ആനിസോട്രോപിക്കും. പക്ഷെ അമോർഫസ് എല്ലാ ഭാഗത്തും ഇറഗുലർ ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കിയാലും ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും. അതുകൊണ്ട് അമോർഫസ് സോളിഡ് ഐസോട്രോപിക് ഇൻ നേച്ചർ ആണ്. പിന്നെ ട്രൂ സോളിഡ് ആൻഡ് സ്യൂഡോ സോളിഡ്സ് വേറൊന്നല്ല ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പൊ ഈ ട്രൂ സോളിഡ് സ്യൂഡോ കൺസെപ്റ്റ് വരാൻ തന്നെ നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ട്. സോളിഡ് ഒരിക്കലും ഫ്ലോ ചെയ്യില്ല. ഫ്ലോ ചെയ്യുന്ന ആൾക്കാർ ലിക്വിഡും ഫ്ലോ ചെയ്യും, ഗ്യാസും ഫ്ലോ ചെയ്യും. സോളിഡ് ഒരിക്കലും ഫ്ലോ ചെയ്യില്ല. അപ്പൊ ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇതിനെ എന്ത് വിളിക്കാൻ പറ്റില്ല, സോളിഡ് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു കൺസെപ്റ്റാണ് ട്രൂ ആൻഡ് സ്യൂഡോ. ഇതിന് ഐഡിയ വരുന്നത് എത്രയാണോ, ഈ ഗ്ലാസ് പോലുള്ള മെറ്റീരിയല് കുറേ വർഷം കഴിയുമ്പോൾ ഗ്രാവിറ്റി പോലുള്ള കാര്യങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് വളരെ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അത് ഏൻഷ്യന്റ് കാലത്ത് വളരെ പണ്ട് പുരാതന കാലത്ത് ഉണ്ടായിരുന്ന പല ബിൽഡിങ്ങുകളുടെ ചില്ലുകളുടെ കേസ് പറഞ്ഞാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാനൊരു ജനൽപ്പാളിയുടെ സൈഡ് എടുക്കുന്നുണ്ട്. ഇപ്പോ സ്വീകരിക്കാം, ഇതൊരു ജനലാന്ന് വിചാരിച്ചു, മുഴുവനായിട്ട് ജനലിന്റെ ചില്ലാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ സൈഡ് മാത്രമാണ് പറയുന്നത് കേട്ടോ, ഒരു സൈഡ് മാത്രം പറയുന്നത്. സാധാരണ അവസ്ഥയിൽ ഒരു സൈഡ് ഏകദേശം യൂണിഫോം ആയിരിക്കും, മേലുള്ള ഭാഗം പോലെ തന്നെയായിരിക്കും താഴെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് കുറേ വർഷം എന്ന് പറഞ്ഞാൽ 5 6 അല്ല 10,000 20,000 ഒക്കെ വർഷം കഴിയുമ്പോൾ ഇതിന്റെ മേൽഭാഗത്തെ മെറ്റീരിയൽസ് പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. കുറഞ്ഞു വരുന്ന പറഞ്ഞാൽ കനം കുറഞ്ഞ് താഴ്ഭാഗത്ത് തിക്നെസ് കൂടും. അതായത് ഈ ഗ്ലാസ് മെറ്റീരിയൽ ഇവിടുന്ന് പതുക്കെ പതുക്കെ ഫ്ലോ ചെയ്യും. പതുക്കെ ഫ്ലോ പറഞ്ഞിട്ടുള്ളൂ 10,000 20,000 വർഷം കഴിയുമ്പോൾ വളരെ പതുക്കെ ഫ്ലോ ചെയ്ത് എങ്ങോട്ട് എത്തും, താഴോട്ട് എത്തും. അപ്പൊ ഇത് സോളിഡ് ആണെങ്കിലും ഇത് വളരെ ചെറിയ രീതിയിൽ എന്തുണ്ട്, ഫ്ലോയിങ് ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ അമോർഫസ് സോളിഡ് നമ്മൾ വിളിക്കുന്നത് സ്യൂഡോ സോളിഡ്സ്, അതായത് റിയൽ അല്ലാത്ത സോളിഡ് എന്നാണ് പറയാം.
പക്ഷെ ക്രിസ്റ്റലൈൻ എന്തായിരിക്കും, ഒരിക്കലും ഫ്ലോ ചെയ്യുന്നത് ത്രൂ സോളിഡ് ആയിരിക്കും. പിന്നെ അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാണ് ക്രിസ്റ്റലൈൻ ആണെങ്കിൽ ലോങ് റേഞ്ച് ഓർഡർ ആണ്, അമോർഫസ് ആണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പോൾ ഈ 7 കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കും. ഒന്നുകൂടി പറയാം. ക്രിസ്റ്റലൈന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും, ഇവിടെ റെഗുലറായ ഡെഫിനിറ്റ് വേറെ ഷേപ്പ് ആയിരിക്കും. ഇവിടെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഗ്രാജുവലി സോഫ്റ്റ് ഓവർ എൻ്റെ ഡെഫിനിറ്റ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരു പ്രത്യേക ടെമ്പറേച്ചർ കഴിയുമ്പോൾ തന്നെ സോഫ്റ്റ് ആകാൻ തുടങ്ങും. ഇവിടെ നമ്മളൊരു ഷാർപ്പ് എഡ്ജ് ടൂൾ വെച്ച് കട്ട് ചെയ്യുന്ന നേരത്ത് 2 സർഫസ് കിട്ടും. ആ സർഫസ് എന്തായിരിക്കും, സ്മൂത്ത് ആയിരിക്കും, റെഗുലർ ആയിരിക്കും. പക്ഷെ അമോർഫസ് ആണെങ്കിൽ സ്മൂത്ത് ആയിരിക്കില്ല, റഫ് ആയിരിക്കും, ഒപ്പം തന്നെ ഇറഗുലറും ആയിരിക്കും. ഇത് ഐസോട്രോപിക് ആണ്, അപ്പുറത്തെ ഐസോട്രോപിക് ആണ്. ട്രൂ സോളിഡ്, സ്യൂഡോ സോളിഡ്സ്, ലോങ് റേഞ്ച് ഓർഡർ, ഷോർട്ട് റേഞ്ച് ഓർഡർ. ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ആകെ പഠിക്കാനുള്ള കാര്യം. അപ്പോൾ ആരും തന്നെ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് അമോർഫസ് സോളിഡ് എന്ന് അറിഞ്ഞിരിക്കുക. ഓരോന്നും 2-3 എക്സാമ്പിൾ വെച്ച് പഠിക്കുക. ക്രിസ്റ്റലൈൻ സോളിഡിന് 2 എക്സാമ്പിൾ പഠിക്കുക, അമോർഫസ് സോളിഡിനും 2 എക്സാമ്പിൾ പഠിക്കുക. അവസാനം ഈ ഡിഫറൻസ്, ഈ പ്രോപ്പർട്ടികളുടെ ഡിഫറൻസ് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി പഠിച്ചോളൂ. ഇതിലേതെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് കഴിഞ്ഞു. അത് മെയിനായിട്ട് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ് എന്താണ് പറയുക ചെയ്തത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് ക്രിസ്റ്റലൈൻ സോളിഡ് മാത്രം എടുത്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് അമോർഫസ് സോളിഡിനെ കുറിച്ച് ഇനി പഠിക്കാനൊന്നും ഇല്ല. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമുക്ക് വീണ്ടും ഒരു 4 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലുള്ള പാർട്ടിക്കിൾസിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ മോളിക്കുലാർ സോളിഡ്, രണ്ടാമത്തെ അയോണിക്, പിന്നെ മെറ്റാലിക്, കോവലന്റ് സോളിഡ്സ്. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇതിലെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും. അപ്പോൾ മോളിക്യൂൾസ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന മെറ്റലിനെ വിളിക്കുന്ന പേരാണത് മോളിക്കുലാർ സോളിഡ്. പക്ഷെ നമുക്ക് ഈ മോളിക്കുലാർ സോളിഡ് തന്നെ 3ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യം പറയുന്നത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് ആണ് ഫസ്റ്റ് തന്നെ. ഇതിനൊക്കെ എക്സാമ്പിൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കിയുള്ളൂ. കാര്യത്തിലുള്ളൂ നോൺ പോളാർ ആയിരിക്കും മോളിക്യൂൾ. കാരണം കൃത്യമായിട്ടൊരു ചാർജോ പൊളാരിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. സിമ്പിളായിട്ട് ഒന്നെങ്കിൽ അതൊരു നോബിൾ ഗ്യാസ് ആയിരിക്കും. ഇപ്പോൾ ഹീലിയം പോലെയോ ആർഗൺ പോലെയുള്ള ഒരു നോബിൾ ഗ്യാസ് ആണെങ്കിൽ ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല, ഒരു ചാർജ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തായിരിക്കണം, ഒരേ ആറ്റം കൂടി ചേർന്ന മോളിക്യൂൾസ് ആയിരിക്കണം. ഒരു H2, Cl2 ഒക്കെ. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ ഇതിൽ പ്രത്യേകിച്ച് ഒരു തരം ചാർജ് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴാ ചാർജ് അല്ലേന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് കുറച്ചും കൂടി ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ അതൊന്നും കൂടി പറയാം. അടുത്ത കാര്യം പറയാം. അതുകൊണ്ടൊന്ന് ഇത് ഈ മുൻപ് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോളാർ എന്ന് പറയാം. പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ HCl ആണ് വിചാരിക്കുക. നമ്മൾ ഈ HCl എടുക്കുന്ന നേരത്ത് H ഉണ്ട്, Cl ഉണ്ട്. നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ബോണ്ടഡ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ആറ്റത്തിന്റെ കഴിവാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അത് ഹൈഡ്രജനെ കമ്പയർ ചെയ്യുന്നതും ക്ലോറിനാണ്. ബോണ്ടഡ് ഇലക്ട്രോൺ സ്ലൈറ്റ്ലി വളരെ ചെറുതായിട്ട് ക്ലോറിന് എടുത്ത് നോക്കി ഒന്ന് നീങ്ങും. അപ്പോൾ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും കൂടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ ഇവിടെ പൊളാരിറ്റി വന്നു. ഇത്തരം മോളിക്യൂൾസ് ആണ് പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മോളിക്യൂൾസ് വരുമ്പോഴാണ് പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആവുക. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ H2 Cl2 ഒക്കെയാണ് വരുന്നത്. അവിടെ H വരുമ്പോൾ ഒരിക്കലും ആരും പിടിച്ച് അട്രാക്ട് ചെയ്യില്ല ബോണ്ടിന്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവില്ല, യാതൊരു തരത്തിലുള്ള ചാർജും ഫോം ചെയ്യില്ല. അപ്പൊ നമ്മൾ മെയിൻ ടോപ്പിക് മോളിക്കുലാർ സോളിഡ്സ് ആണ്. ഈ നമ്മൾ എടുത്തിരിക്കുന്ന മോളിക്യൂൾസിൽ തന്നെ ഈ ആറ്റങ്ങൾ തമ്മിൽ പൊളാരിറ്റി ഉണ്ടെങ്കിൽ, ഇലക്ട്രോ നെഗറ്റീവില് ഡിഫറൻസ് വന്ന് ഇതിന് പൊളാരിറ്റി ചാർജ് കിട്ടുകയാണെങ്കിൽ അത് പോളാർ മോളിക്കുലാർ സോളിഡും, ചാർജ് കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ നോൺ പോളാർ മോളിക്കുലാർ സോളിഡും ആണ്. ഇവിടെ അപ്പോൾ HCl എന്ന് പറയുന്നത് പോളാറിന് എക്സാമ്പിൾ ആണ്, H2 എന്ന് പറയുന്നത് നോൺ പോളാറിന് എക്സാമ്പിൾ ആണ്. ഇനി അതിൽ തന്നെ മൂന്നാമത്തെ ഭാഗമാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ കാലം പഠിച്ചിട്ടുണ്ട്. എപ്പോൾ മാത്രമേ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുള്ളൂ, ഹൈഡ്രജനും അല്ലെങ്കിൽ ഹൈഡ്രജനൊപ്പം ആരൊക്കെ വരണം, ഓക്സിജനോ നൈട്രജനോ ഫ്ലൂറിനോ ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് അവിടെ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞ സംഭവം നടക്കുള്ളൂ. ബാക്കി ആരും വന്നിട്ടും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഉദാഹരണം നമ്മൾ H2 എന്ന് പറഞ്ഞ മോളിക്യൂൾ എടുക്കുക. ഇവിടെ ഉറപ്പായിട്ടും എന്ത് ബോണ്ട് ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായിരിക്കും.
അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കൂടാതെ ഹൈഡ്രജൻ ബോണ്ടും കൂടി വരുമ്പോൾ എന്താ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടും. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള മോളിക്കുലാർ സോളിഡ് ആണെന്ന് പറഞ്ഞത്: നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ട്. ഇനി ഇവരുടെ ഫിസിക്കൽ നേച്ചർ എന്ന് പറയാം. നോൺ പോളാറുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ വീക്കായ അട്രാക്റ്റീവ് ഫോഴ്സേ മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടായിരിക്കുള്ളൂ. വളരെ വീക്ക്. നമ്മൾ ലണ്ടൻ ഫോഴ്സ് ഒക്കെ പറയാറുണ്ട്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസ് മറ്റേ ആറ്റത്തിലെ ഇലക്ട്രോൺസ് തമ്മിലുണ്ടാവുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ലണ്ടൻ. വളരെ വീക്കായ ഡിസ്പെർഷൻ ഫോഴ്സ് ആണ് ലണ്ടൻ ഫോഴ്സ്. അപ്പൊ ഈ നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഏതാണ്? ലണ്ടൻ ഫോഴ്സ് ആണ്. വളരെ വീക്കാണ്. വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ ഇത് സോഫ്റ്റ് ആയ ഒരു മെറ്റലാണ്. വളരെ സോഫ്റ്റ് ആണ്. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ വളരെ ലോ ആണ്. ഒപ്പം തന്നെ ഇത് ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ എക്സലിൽ ഉണ്ടായിരിക്കും. പേജ് നമ്പർ 6 ഒരു ടേബിൾ ഉണ്ട്. അത് കൃത്യമായിട്ട് നോക്കിക്കോളൂ. രണ്ടാമത്തെ പോളാർ എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. കാരണം പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ ചാർജ് വരുന്ന അവസ്ഥയുണ്ട്. പോസിറ്റീവും നെഗറ്റീവും ചാർജ്. അപ്പോൾ ഒരു ഡൈപോൾ ഇന്ററാക്റ്റീവ് ഫോഴ്സ് എവിടെ ഉണ്ടായിരിക്കും? പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ മുൻപ് പറഞ്ഞ നോൺ പോളാറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സോളിഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തായിരിക്കും, കുറച്ചുകൂടി മെൽറ്റിംഗ് പോയിന്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. വളരെ കുറവാണ്, പക്ഷെ മുൻപത്തേട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. പ്രോപ്പർട്ടിയിൽ വലിയ മാറ്റമൊന്നുമില്ല. വളരെ സോഫ്റ്റ് ആയിരിക്കും. ഒരിക്കലും കറണ്ട് കണ്ടക്റ്റീവ് ഇൻസുലേറ്റർ തന്നെ ആയിരിക്കും. മൂന്നാമത്തെ ഹൈഡ്രജൻ ബോണ്ടഡ് ആകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവിടെ പിടിച്ചെടുക്കുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് തന്നെയായിരിക്കും. ഒപ്പം തന്നെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്. കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന രീതി ഒക്കെ ഉറപ്പായിട്ട് ഇൻസുലേറ്റർ ആയിരിക്കും. ഒപ്പം തന്നെ ഈ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ജനറലി മോളിക്കുലാർ സോളിഡ്സ് എടുക്കുമ്പോൾ ഏകദേശം എല്ലാ മെറ്റൽസും നോൺ പോളാറോ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടോ ഒക്കെ എങ്ങനെയൊക്കെ ആയാലും അത് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഒപ്പം തന്നെ ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. മെൽറ്റിംഗ് പോയിന്റ് എല്ലാ ആൾക്കാരും കമ്പയർ ചെയ്യുന്നതോറും ലോ ആണ്. ഇത് നോൺ പോളർ ആണെങ്കിൽ വളരെ ലോ ആണ്. ബാക്കി രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ചെറുത് തന്നെയായിരിക്കും. ഇതാണ് മോളിക്കുലാർ സോളിഡ്സ്. അപ്പൊ നമ്മളെടുത്ത് ചോദിക്കാൻ എന്താണ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ, സോളിഡിലുള്ള കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണെങ്കിൽ ആ സോളിഡ് ആണ് മോളിക്കുലാർ സോളിഡ്. വീണ്ടും 3 ആക്കി തിരിക്കാം. കൃത്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് നോക്കാം. എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ അയോണിക് സോളിഡ്. ഇത് പറഞ്ഞ പോലെ തന്നെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആരായിരിക്കും? അയോൺസ് ആയിരിക്കും. അല്ലെങ്കിൽ കാറ്റയോൺ ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു അയോണിക് സോളിഡ് എടുക്കുമ്പോൾ അതിൽ ഫുള്ള് ചാർജ് ഉണ്ടായിരിക്കും. എല്ലാ പാർട്ടിക്കിൾസിനും എന്തായിരിക്കും? ചാർജ്. നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ്. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അഥവാ കൊളംബിക് ഫോഴ്സ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക, അയോണിക് സോളിഡിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അയോണിക് സോളിഡിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൊളംബിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഓർത്ത് വെച്ചോളൂ. എക്സാമ്പിൾ പറയാം. നമുക്ക് NaCl സുഖമായിട്ട് എക്സാമ്പിൾ പറയാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറണ്ട് സോളിഡ് സ്റ്റേറ്റിൽ ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തു, സാൾട്ട്, NaCl എന്ന് പറഞ്ഞാൽ അയോണിക് സോളിഡ് ആണ്. അതിൽ കൂടെ സോളിഡ് സ്റ്റേറ്റ്, വെറുതെ ഉപ്പ് എന്ന് പറഞ്ഞാൽ സോളിഡ് അവസ്ഥയാണെങ്കിൽ ഒരിക്കലും കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ ഇത് നമ്മൾ ചൂടാക്കി ഉരുക്കുകയോ ഇതിലൂടെ വെള്ളം ചേർക്കുകയോ ചെയ്താൽ, അതായത് മോൾട്ടൺ സ്റ്റേറ്റിലോ എക്വസ് ഫോമിലോ ആക്കി മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും? ഇതിന്റെ കണ്ടക്ടിവിറ്റി വളരെയധികം കൂടും. അപ്പോൾ അയോണിക് സോളിഡിന്റെ പ്രത്യേകത സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യില്ല, പക്ഷെ അക്വസ് ഫോമിലും മറ്റേ ലിക്വിഡ് ഫോമിൽ, അതായത് മോൾട്ടൺ ഫോമിൽ എന്തുണ്ടായിരിക്കും? ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യും. ഇതും ആകത്തിലുള്ള വളരെ സ്ട്രോങ് ആയ ബോണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ കൊളംബിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത ഹാർഡാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഒപ്പം തന്നെ ഈ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന അവസ്ഥ സാധാ അവസ്ഥയിൽ കണ്ടക്ട് ഇല്ല, പക്ഷെ എക്വസ് ഫോമിലോ മോൾട്ടൺ ഫോമിലോ കറണ്ട് കണ്ടക്ട് ചെയ്യും. ഇനി മൂന്നാമത്തെയാണ് മെറ്റാലിക് സോളിഡ്. നമ്മൾ സാധാ കാണുന്ന മെറ്റൽസ് ഒക്കെ അയൺ ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമുക്കറിയാം മെറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇലക്ട്രോ പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിലും അതിന് ചുറ്റും ഫുള്ള് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ, നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഈ
മെറ്റാലിക് സോളിഡ്സ് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള മെറ്റീരിയലാണ്, പക്ഷെ എന്താ അതിന്റെ സർഫസിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺ, കാരണം ഓരോ മോളിക്യൂൾസും 1-2 ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എല്ലാ മോളിക്യൂൾസിനും പോസിറ്റീവ് ചാർജ് ആവും, ഒപ്പം തന്നെ സർഫസിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺ ആയിരിക്കും. ധാരാളം ഫ്രീ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും, ഹൈലി ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടേഴ്സ് ആയിരിക്കും മെറ്റാലിക് സോളിഡ്. എക്സാമ്പിൾ അയണൊക്കെ ആയിരിക്കും. അവസാനത്തെയാണ് കോവലന്റ് സോളിഡ്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സംഭവമാണ്. ഡീറ്റെയിൽ കൃത്യമായിട്ട് നോക്കാം. ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് കോവാലന്റ് ബോണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ കോവാലന്റ് സോളിഡ് എന്ന് വിളിക്കാൻ കാരണം. അത് വളരെ സ്ട്രോങ് ആണ്. ഒപ്പം തന്നെ അപ്പൊ നോർമലി ഈ കോവാലന്റ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോവാലന്റ് സോളിഡ് എന്ന് പറയുന്നത് ഹൈലി ഹാർഡ് ആൻഡ് ബ്രിട്ടിലൊക്കെ ആയിരിക്കുക. കാരണം ഹൈലി സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത ബോണ്ടാണ് എന്ത്, കോവാലന്റ് ബോണ്ട്. ഇതിലുള്ള പാർട്ടിക്കിൾസിനൊക്കെ കൃത്യമായിട്ട് ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനും ചുറ്റുള്ള പാർട്ടുകൾ കൃത്യമായിട്ട് ബോണ്ട് ചെയ്ത് അനങ്ങാൻ പറ്റാത്ത പോലെ വെക്കും. അതുകൊണ്ട് തന്നെ കോവാലന്റ് കോമ്പൗണ്ട്സ് ആയ കോവാലന്റ് സോളിഡ്സ് വളരെ ഹാർഡാണ്. ഒപ്പം അത് ഒരിക്കലും ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യില്ല. കാരണം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവണം. പക്ഷെ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ച കാരണം ഇവിടെ ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാകില്ല. അപ്പൊ നോർമലി നമ്മൾ കോവാലന്റ് സോളിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഡയമണ്ട് ഒക്കെയാണ് മെയിൻ ആയിട്ട് പറയാം. ഇതാണ് കോവാലന്റ് സോളിഡ് എങ്കിലും കോവാലന്റ് സോളിഡ് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതാണ് ഗ്രാഫൈറ്റ്. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇത് നോക്കാനുള്ളത് കേട്ടോ. ഗ്രാഫൈറ്റ് ആണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഗ്രാഫൈറ്റിന്റെ പ്രോപ്പർട്ടി, നമ്മൾ കോവാലന്റ് സോളിഡിന്റെ ജനറൽ പ്രോപ്പർട്ടി എന്തൊക്കെയാ പറഞ്ഞു, അത് ഹൈലി ഹാർഡ് ആയിരിക്കും, ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കോവാലന്റ് സോളിഡ് തന്നെയായിട്ടുള്ള ഗ്രാഫൈറ്റ് എന്ത് ചെയ്യും, ഈ രണ്ട് കാര്യം ചെയ്യും. അത് അത്ര ഹാർഡല്ലാന്ന് മാത്രമല്ല സ്മൂത്ത് ആണ്. ഒപ്പം തന്നെ വളരെ നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ ആർക്ക് സാധിക്കും, ഗ്രാഫൈറ്റ് സാധിക്കും. അപ്പൊ കോവാലന്റ് സോളിഡിലെ ഒരു എക്സെപ്ഷൻ ആണ് ഗ്രാഫൈറ്റ്. ഡയമണ്ട് ഒക്കെ പർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്താണ് കോവാലന്റ് സോളിഡ് ആണെങ്കിലും ഈ ഗ്രാഫൈറ്റ് വളരെ വലിയൊരു എക്സെപ്ഷൻ ആണ്. നോക്കിയറിയാം പുസ്തകത്തിൽ ആ ടേബിൾ നോക്കുമ്പോൾ രണ്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഡയമണ്ട് ആണെങ്കിൽ ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് വളരെ ഹാർഡാണ്, പക്ഷെ ഗ്രാഫൈറ്റ് വളരെ സ്മൂത്ത് ആണ്, പക്ഷെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ലെയേഴ്സ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഓരോ ലെയറുകളായിട്ടാണ് ഗ്രാഫൈറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ ലെയറും നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ പറയാൻ പറ്റും. ഇതില് ഫസ്റ്റ് ലെയർ ഉണ്ട്, സെക്കൻഡ് ലെയർ ഉണ്ട്, തേർഡ് ലെയർ ഉണ്ട്. ഇതിൽ ഓരോ ലെയറിലെ കാർബണും തൊട്ടടുത്തുള്ള 3 കാർബണാറ്റമായിട്ട് മാത്രമേ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അപ്പൊ ഓരോ കാർബണും തൊട്ടടുത്തുള്ള 3 കാർബണാറ്റം ആയിട്ട് മാത്രമേ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. നമുക്കറിയാം കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പൊ ഒരു കാർബൺ നോർമലി 4 ബോണ്ട് ഫോം ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒരു കാർബൺ 3 ബോണ്ട് മാത്രമേ ഫോം ചെയ്യണുള്ളൂ. അപ്പൊ ഓരോ കാർബണും ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ആ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈ ലൈവേഴ്സിന്റെ ഇടയിൽ വന്ന് കിടക്കും. അപ്പൊ എത്ര കാർബണാറ്റം ഉണ്ടോ അത്രയ്ക്കും ഫ്രീ ഇലക്ട്രോൺസ് ഇതിനിടയിൽ ഉണ്ടായിരിക്കും. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പൊ ഗ്രാഫൈറ്റിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാരണം എന്ന് പറയുന്നത് അല്ല ബോണ്ട് ഫോം ചെയ്യാത്ത ഫ്രീ ഇലക്ട്രോൺസ് ആണ് കാരണം. രണ്ടാമത് സ്മൂത്ത് ആവാനുള്ള കാരണം പറയും. ഈ ലെയേഴ്സിന്റെ ഇടയിൽ പ്രത്യേകിച്ച് വലിയ ബോണ്ട് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ലെയർ മറ്റേ ലെയറിന്റെ മേളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡയമണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡയമണ്ട് ഹാർഡാണ്, പക്ഷെ ഗ്രാഫൈറ്റ് എന്തായിരിക്കും വളരെ സ്മൂത്ത് ആയിരിക്കും, വളരെ സുഖമായിട്ട് സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യാൻ സാധിക്കും. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് മാത്രം നോക്കുമ്പോൾ പറയുന്നത്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ 4 എണ്ണാക്കി തിരിക്കുന്നത് മോളിക്കുലാർ സോളിഡ്സ്, അയോണിക്, മെറ്റാലിക്, കോവാലന്റ്. മോളിക്കുലാർ വീണ്ടും 3 ആക്കി തിരിക്കുന്നുണ്ട്, നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് എന്താണെന്ന് നോക്കാം, ഓരോന്നിനും എക്സാമ്പിൾസും നോക്കി വയ്ക്കാം.